ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗാണ്. ഈവനിങ് അല്ല, പിന്നെ മഗ്‌രിബ് കഴിഞ്ഞു. ഡിന്നർ, രാത്രിയിലേക്കുള്ള ഡിന്നർ പ്രിപ്പറേഷൻ. പിന്നെ പാസ്തയാണ്, മഷ്റൂമും ബ്രോക്കോളിയൊക്കെ ഇട്ടിട്ടില്ല. വെജിറ്റബിൾ പാസ്ത വിത്തൗട്ട് ചിക്കൻ. പിന്നെ ചിക്കൻ വേണ്ട, കൊറേ ചിക്കൻ തന്നിട്ട് മടിയാണ്. പിന്നെ ഇതാ ഇത് ബദാം കഴുകി വെള്ളത്തില് കുതിർത്തിയിട്ട് പിന്നെ ഐസാക്കി, എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ കൈയോടൊന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ തൊലി കുരിയിട്ട് വരും. അതൊരു ടിപ്പാണ്. ഫ്രീസറിൽ വെച്ചാൽ മതി. വെള്ളത്തിൽ പൊതിർത്തിയിട്ട് എന്താ ഇങ്ങനെ പെട്ടെന്ന് ബദാമിന്റെ തൊലി കളയാൻ ഈസി. ഇത് ജ്യൂസ് അടിക്കാന് ബദാം ഷേക്ക്. ഇത്രയും വേണ്ട, ബാക്കിയാക്കിട്ട് ഫ്രീസറിൽ വെക്കാം. അല്ല, ഇത്രയെല്ലാം അടിച്ചിട്ട് കുടിക്കണ്ടെന്ന്. ഫ്രിഡ്ജിൽ വെക്കാൻ അതിലിടുന്നേ. അപ്പൊ ഇതെല്ലാം തൊല്ലിട്ട് കിട്ടോ. അപ്പം ഞാന് പാസ്ത ഉണ്ടാക്കുമ്പം ബാക്കി വീഡിയോ എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ മസ്ക ബണ്ണ്, ഇപ്പൊ വൈറലായിട്ടില്ല മസ്ക ബണ്ണിന്റെ, അതും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം മസ്ക ബണ്ണിന് വേണ്ടിയിട്ട് ബട്ടർ വേണം, പിന്നെ മിൽക്ക് മെയ്ഡ്, ബണ്ണ്, ഒരു വിസ്ക്, ഇതുപോലത്തെ ഒരു പാത്രം, പിന്നെ വനില എസൻസ് കൂടി വേണം. അപ്പോൾ ഇവിടെ വനില എസൻസ് ഇല്ല, അപ്പം അത് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. അപ്പം പാസ്തക്ക് വേണ്ടിയിട്ട് പാത്രം വെച്ചു. മക്രോണി ഞാൻ പിന്നെ വേവിച്ച് വെച്ചേട്ടാ. അപ്പം ഈ പാസ്ത ഉണ്ടാക്കുന്നത് മോളാണ്, മോളെ സ്പെഷ്യൽ ആട്ടാ പാസ്ത. എൻ്റെ സ്പെഷ്യൽ മസ്ക ബൺ. ഇത്ര പോരെ ബദാം നമ്മളിങ്ങനെ ഉളിഞ്ഞിട്ട് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. പിന്നെ ഇത്ര പോരെ ബദാമില്ലേ, പെട്ടെന്ന് നമുക്ക് അങ്ങനെ ചെയ്തതുകൊണ്ട് പെട്ടെന്ന് ഉളിഞ്ഞെടുക്കാൻ പറ്റി. തൊലി കളയാൻ വലിയ പാടല്ല. അപ്പം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടാ. ജ്യൂസ് അടിക്കുന്നുണ്ടെങ്കിൽ ജ്യൂസ് അടിച്ചിട്ട് ബദാം നമ്മൾ എന്തെങ്കിലും ജ്യൂസ് ആക്കുന്നതിനെല്ലാം ഇടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി, ഈസി ആയിരിക്കും. ഇനി ഈ പാത്രത്തിലേക്ക് നമുക്ക് ഗാർലിക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ ഇത് വീഡിയോ മോള് എടുക്കുന്നതുകൊണ്ടില്ലേ, അല്ല എന്ത് പാസ്ത മോള് ഉണ്ടാക്കുന്നതുകൊണ്ട് ഉമ്മന്നെ പറയുന്നറിയുന്നത് വീഡിയോയിലും പറയാൻ നടക്കടാന്നുള്ളു. അപ്പം പിന്നെ ഒലീവ് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഗാർലിക് ഇട്ട് കൊടുത്ത് ഗാർലിക് ഒന്ന് സോട്ടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത മഷ്റൂമും പിന്നെ ബ്രോക്കോളി ഇട്ട് കൊടുക്കാം. അപ്പം പിന്നെ ഗാർലിക് ഒന്ന് സോട്ടായിട്ട് വന്ന് ഇതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. ബ്രോക്കോളി പോലെ ഇടാം. കൂടെ തന്നെ ബ്രോക്കോളി ഇടാം. അവരാണ് ചെയ്യുന്നതെങ്കിലും നമ്മളിങ്ങനെ കൂടെ എല്ലാം ചെയ്യാനും എടുക്കാനും മുറിക്കാനും കഴുകാനും എല്ലാം നിൽക്കണം. അതൊന്നും മതിയാ മാഗി ക്യൂബ്. സന്തോഷം. Black sauce.
ഇതിലേക്ക് കുരുമുളക് ഇട്ട് പിന്നെ ഉപ്പ് വേണ്ട, ഉപ്പിടണ്ട. കാരണം മാഗി ക്യൂബാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ മാഗി ക്യൂബിൽ നല്ല ഉപ്പുണ്ടാവും. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ടിട്ടാ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് റോസ്മേരി ഇട്ട് കൊടുക്കാം. സാധനത്തിന് നല്ല സ്മെല്ലാണ്. ഒറിഗാനോ, നല്ലോണം സോട്ട് ചെയ്യാം. ഇത് വേവിച്ച് വെച്ച പാസ്തയാണ്, മക്രോണി. ഇനി നമുക്ക് ഇത് ഇതിലേക്ക് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഗ്ലാസ് പാൽ ഒഴിക്കണം. അതേപോലെ തന്നെ കുറച്ച് ഫ്രഷ് ക്രീമും ഇതിലേക്ക് ഫ്രഷ് ക്രീമും പാലും കുറച്ച് വെള്ളം ഒഴിച്ചിന്. കാരണം ഇവർക്ക് സൂപ്പി ടൈപ്പായിട്ട് ഇഷ്ടം. അതുകൊണ്ട് ഇവർ അങ്ങനെ കുറച്ച് വെള്ളമൊഴിച്ച് പാലൊഴിച്ച് ക്രീം ഒഴിച്ച് അങ്ങനെയാണ് ഉണ്ടാക്കല്. പിന്നെ ഒരു മാഗി ക്യൂബും കൂടി ഇടുന്നുണ്ട്. ടോട്ടലി 2 മാഗി ക്യൂബാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ചെഡാർ ചീസിൻ്റെ ക്രീമാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ ഇട്ടാൽ പോരാ? ഒരു 2 സ്പൂണ് ക്രീം ചീസും കൂടി ഇട്ട് കൊടുക്കാം. ചെഡാർ ചീസിനാകുമ്പോൾ വേറൊരു സ്മെല്ലാണ്. കുറച്ചും കൂടി പാലൊഴിച്ചോളാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാം. ഇനി എന്തിനാ ഇത് കഴിഞ്ഞില്ലേ? സാധനം റെഡി. അപ്പം നമ്മളെ പാസ്ത റെഡിയായി. ഇതിലേക്ക് മൊസറല്ല ചീസ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് വിളമ്പാൻ നേരം ഇതിൻ്റെ മുകളിലേക്ക് ആ ചൂടോടെ തന്നെ കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ഉപ്പ് കുറച്ച് കുറഞ്ഞിട്ട് ഉണ്ടായതുകൊണ്ട് ഒരു സെറ്റ് മാഗി ക്യൂബും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 4 മാഗി ക്യൂബായിട്ടാണ് യൂസ് ചെയ്തത്. അങ്ങനെ പാസ്ത, വൈറ്റ് സോസ് പാസ്ത റെഡിയായി. നമുക്കിന്ന് കല്യാണമുണ്ട്, മക്കൾക്ക് പിന്നെ വേണ്ടിയിട്ടാട്ടെ ഇത്. അപ്പോൾ അങ്ങനെ അത് റെഡിയാക്കി. ഇനി മസ്ക ബണ്ണ് ഞാൻ ഇന്ന് തന്നെ ഉണ്ടാക്കാൻ കാരണം മോള് നാളെ പോകും. അപ്പം ഓൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. മസ്ക ബണ്ണും കൂടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത്. മസ്ക ബണ്ണിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ എടുത്ത് വെച്ച സമയത്തൊന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. ബട്ടർ, പിന്നെ ഇതൊക്കെ മറ്റുണ്ടല്ലോ, കഴിഞ്ഞ് മിൽക്ക് മേഡ്, പിന്നെ ഈ പാത്രത്തിലുണ്ടാക്കാം. ഇത് വിസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ഇത് നമുക്ക്
ഒരു പീസ് ബട്ടർ അപ്പോൾ ഇത് ബട്ടർ ഒന്ന് കട്ട് ചെയ്യാം. ഒരു പീസ് ഉടക്കാം. മിൽക്ക് മേഡ് ഒഴിച്ചിട്ടില്ല. അതൊന്ന് കുറച്ച് തണുപ്പുണ്ടായിരുന്നല്ലോ, മെൽട്ടായിട്ട് വീഡിയോ എടുത്തിട്ട് ചെയ്യുമ്പം സമയം തന്നെ പോകുന്നുണ്ട്. അപ്പം കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരക്കാക്കുന്നുണ്ട് പുയ്യാപ്പിളെ. അപ്പോൾ ഇതൊന്ന് കാണിച്ചു കൊടുത്താൽ നമുക്ക് പോകുമ്പോൾ ഒരു ധൈര്യം ഉണ്ടാവും. എല്ലാക്കി കൊടുത്താൽ ക്ലീനൊക്കെ മോളാക്കിക്കോളും. ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് മിക്സ് ആയി പറഞ്ഞെടുക്കാൻ. ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. മധുരത്തിന് പൊടിച്ച പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കുന്നില്ലേ, പൊടിച്ച പഞ്ചസാരയും വെച്ചിട്ട് ചെയ്യുക. പിന്നെ ഇതിലേക്ക് വാനില എസൻസ്, പിന്നെ മറ്റേ ഇതില്ലേ സിനമൺ പൗഡർ, പിന്നെ ഏലക്കൻ്റെ പൊടി, അതെല്ലാം ഇടുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഇവർക്ക് അതൊന്നും വേണ്ട, ഇവർക്ക് ഇത് മതി. വനില എസൻസ് ഉണ്ടെങ്കിൽ നല്ല ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ വനില എസൻസ് ഇല്ല. അപ്പോൾ ഇത് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് തരാം. പച്ചരി ഉണ്ട് കുതിർത്താൻ. സാധാ ദോശയും മുട്ട ഇതാക്കും. അപ്പോൾ ഇത് പിന്നെ ഇങ്ങനെ മെൽട്ടായി. ഇനി ഇത് നമുക്ക് ബണ്ണൊന്ന് ചൂടാക്കിയിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ ഉള്ളിലും അതിൻ്റെ പുറത്തൊക്കെ തേച്ചിട്ട് തിന്നാൻ നല്ല ടേസ്റ്റ്. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ കഴിച്ചിട്ടാട്ടോ, ടേസ്റ്റ് ആയിരിക്കും. ടേസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ കഴിച്ചിട്ട. അപ്പം ഒന്ന് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ട. പിന്നെ ക്രീം ബണ്ണ് അങ്ങനെ എന്തെല്ലാം ഇതാവല്ലേ, അതെല്ലാം കഴിച്ചില്ല. അപ്പം അതില്ല, അതും ഇതെല്ലാം സെയിം തന്നെ ആയിരിക്കും. ഫുള്ളും കട്ട് ചെയ്ത് വിടാനിത്. ഞാൻ ഫുള്ളും കട്ട് ചെയ്തു. ഒരു സ്പൂൺ എടുത്ത് ഇതോ തിരക്കായി. എനിക്ക് മംഗലത്തിന് പോകേണ്ടതും വീഡിയോ എടുക്കേണ്ടതും നല്ല തിരക്കായി. ഈ പിന്നെ ഇത് വെക്കുമ്പോളെ ഇതൊന്ന് ടോസ്റ്റ് ചെയ്യാലോ. ഇത് ആദ്യം ടോസ്റ്റ് ചെയ്യണ്ടേ ബണ്ണ്. അപ്പൊ അതെടുക്ക്. വെട്ടിക്കാൻ വന്നോ? അപ്പൊ ഇതാ ഒരു ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബന്ന് ഇങ്ങനെ ടോസ്റ്റ് ചെയ്യാം. അടെന്തെല്ലാം ഉണ്ടാവും തിന്നാൻ. അത് ചൂടെടുക്കും അതിട്ടാല്. അപ്പം ബ്രെഡ് നല്ലപോലെ ടോസ്റ്റ് ചെയ്തെടുത്ത് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ബട്ടർ ക്രീമില്ലേ അതിങ്ങനെ തേച്ച് കൊടുക്കാം. പൊള്ളുന്നു.
ഇത് കൂടി വെക്കാം. ഇതിൻ്റെ പുറത്തെല്ലാം കൂടിയിട്ട് പിന്നെ ഇങ്ങനെ ഒലിപ്പിക്കുന്നു അങ്ങനെ കാണുന്നുണ്ട് വീഡിയോയിൽ. ഭയങ്കര ഷോർട്ടും റീൽസും വന്നിട്ട് ഇങ്ങനെ കഴിക്കും. അപ്പം ഇന്നത്തെ എൻ്റെ വ്ളോഗ് നമ്മുടെ നൈറ്റ് വ്ളോഗാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.